ഹരേ കൃഷ്ണ. ശ്രീമദ് ഭഗവത്ഗീതയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചതുർശ്ലോകി ഭഗവത്ഗീത ആണ് മനസ്സിലാക്കാനുള്ളത്. അത് അധ്യായം 10, ഭഗവത്ഗീത അധ്യായം 10 വിഭൂതി യോഗത്തില് ശ്ലോകം 8, 9, 10, 11 ഈ 4 ശ്ലോകങ്ങളെയാണ് ഭഗവത്ഗീതയുടെ ചതുർശ്ലോകി ഭഗവത്ഗീത എന്ന് പറയുന്നത്. കാരണം ചതുർശ്ലോകി ഭഗവത്ഗീതയിലൂടെയാണ് ഭഗവാന്റെ സുപ്രീമസി ഭഗവാൻ വെളിപ്പെടുത്തുന്നത്. അത് എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം. ശ്ലോകം 8 നോക്കാം. അഹം സർവസ്യ പ്രഭവോ മത്ത സർവം പ്രവർത്തതേ ഇതി മത്വാ ഭജന്തേ മാം ബുധാഭാവ സമന്യത. അതായത് ഭൗതിക ആധ്യാത്മിക ലോകങ്ങളുടെ ഉറവിടം ഭഗവാനാണ്. എല്ലാം ഭഗവാനിൽ നിന്നാണ് ഉണ്ടായത്. ഇത് പൂർണ്ണമായി അറിയുന്ന ബുദ്ധിമാന്മാർ എൻ്റെ സേവനത്തിൽ, ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുകയും ഭഗവാനെ ഉള്ളഴിഞ്ഞ് ആരാധിക്കുകയും ചെയ്യും. ഭാവാർത്ഥത്തിൽ ശ്രീല പ്രഭുപാദ് പറയുന്നു, വേദങ്ങൾ പഠിക്കുകയും ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭുവെ പോലുള്ള പ്രാമാണികരിൽ നിന്ന് അറിവ് നേടുകയും ആ ഉപദേശങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടത് എങ്ങനെയെന്ന് മനസ്സിലാക്കുകയും ചെയ്ത ഒരാൾക്ക് ഭൗതിക ആധ്യാത്മിക ലോകങ്ങളിലുള്ള എല്ലാറ്റിൻ്റെയും തുടക്കം ശ്രീകൃഷ്ണനാണെന്ന് ബോധ്യപ്പെടും. ഇത് പരിപൂർണമായി അറിയാവുന്നതുകൊണ്ട് അയാൾക്ക് ഭക്തിയുത സേവനത്തിൽ ഉറച്ചു നിൽക്കുവാനും സാധിക്കും. മൂഢന്മാർക്കോ അബദ്ധജടിലങ്ങളായ വ്യാഖ്യാനങ്ങൾക്കോ ആ ഭക്തനെ വഴിപിഴപ്പിക്കാനാവില്ല. കൃഷ്ണനിൽ നിന്നാണ് ബ്രഹ്മാവും ശിവനും മറ്റു ദേവന്മാരും ഉത്ഭവിച്ചതെന്ന് എല്ലാ വൈദിക സാഹിത്യങ്ങളും തീർത്തും പറയുന്നു. അഥർവവേദത്തിൽ ഉൾപ്പെട്ട ഗോപാല താപനു ഉപനിഷത്തിൽ 1.24 ഇങ്ങനെ പറയുന്നുണ്ട്: യോ ബ്രഹ്മാണാം വിദധാതി പൂർവം യോ വൈ വേദാംശ ഗാപയതി സ്മ കൃഷ്ണ. അതായത് ആദ്യമായി ബ്രഹ്മാവിന് വേദജ്ഞാനം ഉപദേശിച്ചതും അതിനെ പിൽക്കാലത്ത് പ്രചരിപ്പിച്ചതും കൃഷ്ണൻ തന്നെ. അത പുരുഷോഹ വൈ നാരായണോ അകാമയഥാ പ്രജാ സൃജയേതി. പിന്നെ പരമപുരുഷനായ നാരായണൻ ജീവസത്തകളെ സൃഷ്ടിക്കാൻ ആഗ്രഹിച്ചു എന്ന് നാരായണ ഉപനിഷത്ത് തന്നെ തുടർന്നും പറയുന്നു. നാരായണാത് ബ്രഹ്മ ജായതേ നാരായണത് പ്രജാപതി പ്രജായതേ നാരായണ ഇന്ദ്രിയോ ജായതേ നാരായണ ത്വഷ്ട വസുവോ ജായതേ നാരായണ ഏകാദശ രുദ്രാ ജായന്തേ നാരായണോ ദ്വാദശ ആദിത്യ. അതായത് നാരായണനിൽ നിന്ന് ബ്രഹ്മാവ് ജനിച്ചു, നാരായണനിൽ നിന്ന് പ്രജാപതികളും ജനിച്ചു, നാരായണനിൽ നിന്ന് ഇന്ദ്രൻ ജനിച്ചു, നാരായണനിൽ നിന്ന് 8 വസുക്കൾ ജനിച്ചു, നാരായണനിൽ നിന്ന് 11 രുദ്രന്മാർ ജനിച്ചു, നാരായണനിൽ നിന്ന് 12 ആദിത്യന്മാരും ജനിച്ചു. ഈ നാരായണൻ കൃഷ്ണന്റെ ഒരു രൂപവിസ്തരണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ബ്രഹ്മണ്യോ ദേവകീ പുത്ര എന്ന് അതേ വേദങ്ങളിൽ തന്നെ പറയുന്നുണ്ട്. ദേവകീ പുത്രനായ കൃഷ്ണനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷൻ. നാരായണ ഉപനിഷത്ത്, മഹാ ഉപനിഷത്ത് പ്രസ്താവിക്കുന്നത് ഇപ്രകാരമാണ്: ഏകോ വൈ നാരായണാസീന ബ്രഹ്മ ന ഈശാനോ നാപോ ന അഗ്നിസ മൗനേ മൗനമേ ദിവ്യ പൃഥിവീ ന നക്ഷത്രാണി ന സൂര്യ എന്നാണ്. അതായത് സൃഷ്ടിയുടെ ആരംഭത്തിൽ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബ്രഹ്മാവ് ഇല്ല, ശിവനില്ല, അഗ്നിയോ ചന്ദ്രനോ ആകാശമോ ഭൂമിയോ നക്ഷത്രങ്ങളോ സൂര്യനോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഭഗവാന്റെ നെറ്റിയിൽ നിന്നാണ് ശിവന്റെ ഉൽപ്പത്തി എന്ന് അതിൽ തന്നെ പറയുന്നുണ്ട്. ബ്രഹ്മശിവാദികളുടെ സൃഷ്ടാവായ ഭഗവാനെ തന്നെയാണ് ആരാധിക്കേണ്ടത് എന്നതാണ് വേദ സിദ്ധാന്തം. മോക്ഷധർമ്മത്തിൽ ശ്രീകൃഷ്ണൻ പറയുന്നു: പ്രജാപതിം ച രുദ്രം ച അഹമേവ സൃജാമി വൈ തൗഹിമാം ന വിജാനീതോ മമ മായ വിമോഹിതൗ. അതായത് പ്രജാപതിയെയും രുദ്രനെയും മറ്റെല്ലാവരെയും ഭഗവാനാണ് സൃഷ്ടിച്ചത്. ഭഗവാന്റെ മായാശക്തിയിൽ മോഹിതരായാൽ ഞാനാണ് അവരുടെ സൃഷ്ടാവ് എന്ന് അവർ തിരിച്ചറിയുന്നില്ല. വരാഹപുരാണത്തിലും ഇപ്രകാരം പറയുന്നുണ്ട്: നാരായണ പരോ ദേവ സ്തം അജാത ചതുർമുഖ തസ്മാത് രുദ്രോ ഭവത് ദേവ സ ച സർവജ്ഞതാം ഗത. അതായത് നാരായണനാണ് പരമദിവ്യോത്തമ പുരുഷൻ. അദ്ദേഹത്തിൽ നിന്ന് ബ്രഹ്മാവും ബ്രഹ്മാവിൽ നിന്ന് രുദ്രനും ജനിച്ചു. ശ്രീകൃഷ്ണ ഭഗവാനാണ് എല്ലാ തലമുറകളുടെയും ഉത്ഭവസ്ഥാനം. അദ്ദേഹം എല്ലാറ്റിനും കാരണഭൂതൻ എന്നറിയപ്പെടുന്നു. ശ്രീകൃഷ്ണൻ പറയുന്നു: എല്ലാം എന്നിൽ നിന്ന് ജനിക്കുകയാൽ ഞാൻ എല്ലാറ്റിൻ്റെയും പ്രഭവസ്ഥാനമാണ്. എല്ലാം ഭഗവാൻ അധീനമാണ്. ഭഗവാൻ ഉപരിയായി മറ്റാരും തന്നെ ഇല്ല.
ശ്രീകൃഷ്ണൻ ഒഴിച്ച് മറ്റാരും പരമനേതാവുമല്ല. വിശ്വാസ്യനായൊരു ആധ്യാത്മിക ഗുരുവിൽ നിന്ന് വൈദിക സാഹിത്യങ്ങളിലൂടെ ശ്രീകൃഷ്ണനെ അപ്രകാരം മനസ്സിലാക്കാൻ സാധിച്ച ഒരാൾ തന്റെ സർവശക്തിയും കൃഷ്ണാവബോധത്തിൽ വിനിയോഗിച്ച് ഒരു യഥാർത്ഥ പണ്ഡിതനായി തീരുന്നു. ആ ഭക്തനോട് താരതമ്യപ്പെടുത്തി നോക്കിയാൽ ശ്രീകൃഷ്ണനെ ശരിയായി അറിയാത്തവർ കേവലം മൂഢന്മാരാണ്. ഒരു വിഡ്ഢി മാത്രമേ ശ്രീകൃഷ്ണനെ സാധാരണ മനുഷ്യനായി കരുതൂ. ഭഗവത്ഗീതയുടെ ആധികാരികങ്ങളല്ലാത്ത ഭാഷ്യങ്ങളെയും വ്യാഖ്യാനങ്ങളെയും എല്ലാം കൃഷ്ണാവബോധമുള്ളവർ തള്ളിക്കളയണം. അവർ വിഡ്ഢികളാൽ ഭ്രമിക്കപ്പെടാതെ നിശ്ചയദാർഢ്യത്തോടെ കൃഷ്ണാവബോധത്തിൽ മുഴുകണം. ഹരിബോൽ ഹരേ കൃഷ്ണ. ഇവിടെ പറഞ്ഞു വരുന്നത് എന്തെന്നാൽ ഭഗവാൻ തന്നെയാണ് എല്ലാത്തിൻ്റെയും കാരണം എന്നാണ് പറയുന്നത്. അതായത് ശ്രീകൃഷ്ണ ഭഗവാനിൽ നിന്നാണ് എല്ലാ വിസ്തരണങ്ങളും ഉണ്ടാകുന്നത്. ആദ്യത്തെ വിസ്തരണമായ ശ്രീ ബലറാം വരുന്നത് സച്ചിദാനന്ദ വിഗ്രഹനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെ സത്ത് ശക്തിയിൽ നിന്നാണ്. സത്ത് ശക്തിയിൽ നിന്നുള്ള ആദ്യത്തെ എക്സ്പാൻഷനായ വിസ്തരണമായ ശ്രീ ബലറാമിൽ നിന്നാണ് ആദ്യത്തെ ചതുർവ്യൂഹയായ സംഘർഷണ, പ്രദ്യുമ്ന, അനിരുദ്ധ, വസുദേവ എന്നിങ്ങനെ വരുന്നത്. ഈ സംഘർഷണനിൽ നിന്നാണ് നാരായണ ഫോം, ആദ്യത്തെ ചതുർഭുജ ഫോമായ നാരായണ ഫോം ആവിർഭവിക്കുന്നത്. ഈ നാരായണനിൽ നിന്ന് തന്നെയാണ് സെക്കൻഡ് ചതുർവ്യൂഹ വരുന്നത്. അതും സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, വസുദേവൻ എന്നിങ്ങനെ തന്നെയാണ്. ഈ സംഘർഷണനെ മഹാസംഘർഷണൻ എന്ന് പറയുന്നു. കാരണം ഈ സെക്കൻഡ് സംഘർഷണനിൽ നിന്നാണ് 3 പുരുഷ അവതാരങ്ങൾ ആദ്യമായി വരുന്നത്. ഒന്നാമത്തത് കാരണോദകശായി വിഷ്ണു, രണ്ടാമത്തത് ഗർഭോദകശായി വിഷ്ണു, മൂന്നാമത്തത് ക്ഷീരോദകശായി വിഷ്ണു. ഈ 3 വിഷ്ണുവിലൂടെയാണ് ഈ ഭൗതിക ലോകത്തെ സൃഷ്ടിക്കുന്നത്. കാരണോദകശായി വിഷ്ണുവിൽ നിന്ന് അസംഖ്യം ബ്രഹ്മാണ്ടങ്ങൾ വരുന്നു. ഓരോ ബ്രഹ്മാണ്ടത്തിനുള്ളിലേക്കും ഗർഭോദകശായി വിഷ്ണു പ്രവേശിക്കുന്നു. ഓരോ ബ്രഹ്മാണ്ടത്തെയും ആവരണം ചെയ്തിരിക്കുന്നത് ക്ഷീരോദകശായി വിഷ്ണു വിരാട ഫോമിലാണ്. വിരാട രൂപത്തിൽ വിരാജിച്ചിരിക്കുന്ന അതേ ക്ഷീരോദകശായി വിഷ്ണു തന്നെയാണ് ബ്രഹ്മാണ്ടത്തിനുള്ളിലുള്ള എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്ന പരമാത്മ സ്വരൂപൻ. അപ്പോൾ ഭഗവാൻ ബ്രഹ്മാണ്ടത്തിനുള്ളിൽ ആവിർഭവിക്കുകയും ഗർഭോദകശായി വിഷ്ണുവായി ആവിർഭവിക്കുകയും ആ ഗർഭോദകശായി വിഷ്ണുവിന്റെ നേവലിൽ നിന്ന് വന്ന താമരത്തണ്ടിൽ വിരിഞ്ഞ താമരപ്പൂവിലാണ് ബ്രഹ്മാവ് ഭൂജാതനായതും. ഈ ബ്രഹ്മാവിന്റെ പുരികങ്ങൾക്കിടയിലൂടെയാണ് ഒരു രുദ്രൻ വന്നതും ആ രുദ്രൻ 11 രുദ്രന്മാരായതും. അപ്പോൾ എല്ലാം ഭഗവാനിൽ നിന്ന് തന്നെയാണ് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനും സാധിക്കും. ഇപ്രകാരം ഭഗവാനെ പറ്റി തന്നെ വെളിപ്പെടുത്തുകയാണ് ഈ 1-ാമത്തെ ശ്ലോകത്തിൽ. 2-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, മച്ചിത്ത മദ്ഗത പ്രാണ ബോധയന്ത പരസ്പരം കഥയന്തശ്ച മാം നിത്യം തുഷ്യന്തിച്ച രമന്തിച്ച. അതായത് എൻ്റെ ശുദ്ധഭക്തന്മാരുടെ ചിന്ത ഭഗവാനിൽ തന്നെ കുടികൊള്ളുന്നു. അവരുടെ ജീവിതം തികച്ചും എൻ്റെ സേവനത്തിനായി സമർപ്പിതമായിരിക്കും. ഭഗവാനെ കുറിച്ചുള്ള സംഭാഷണങ്ങളിൽ ഏർപ്പെട്ട് പരസ്പരം ബോധദീപ്തരാവുക വഴി അവർ സംതൃപ്തിയും ആനന്ദവും അനുഭവിക്കുന്നു. ഇത്രയും സുപ്രീമായിട്ടുള്ള ഭഗവാനെ സേവ ചെയ്യുന്ന ഭക്തന്മാരാണ് ഏറ്റവും ബുദ്ധിമാന്മാർ എന്ന് ഭഗവാൻ എടുത്തു പറയുന്നു. അങ്ങനെ ബുദ്ധിയുള്ള ആൾക്കാര് ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുകയും ശുദ്ധഭക്തന്മാർ ഭഗവാനെ സദാസമയവും മനസ്സിൽ ആരാധിക്കുകയും ചെയ്യും. അങ്ങനെ സദാസമയവും ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ ഭഗവാന്റെ സംരക്ഷണയിൽ അവർ ആയി കഴിയുന്നു. ഇവിടെ ഭാവാർത്ഥത്തിൽ പറയുന്നു, ഇവിടെ വിവരിച്ചിട്ടുള്ള സ്വഭാവത്തോടു കൂടിയ ശുദ്ധഭക്തന്മാർ ഇന്ദ്രാതീതമായ പ്രേമത്തോടു കൂടിയ ഭഗവത് സേവനത്തിൽ തികച്ചും വ്യാപൃതരായിരിക്കുന്നു. അവരുടെ മനസ്സുകളിൽ ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനും സാധിക്കില്ല. അങ്ങനെ ഭഗവാന്റെ ഭക്തിയുത സേവനത്തിന്റെ 1-ാം ഘട്ടത്തിൽ ഭഗവാനെ മനസ്സിലാക്കുക, അതിലൂടെ ഭഗവാന് സേവനങ്ങൾ അർപ്പിക്കുക. അപ്രകാരം ഭഗവാനിൽ മനസ്സും ബുദ്ധിയും ഉറപ്പിക്കുന്ന ഒരു പരിശുദ്ധ ഭക്തന് തീർച്ചയായിട്ടും ഭഗവാന്റെ ധാമത്തിൽ എത്താൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഭാഗവതം മുഴുവനും ഭഗവാനും ഭക്തന്മാരും തമ്മിലുള്ള ബന്ധത്തിന്റെ വിവരണങ്ങളാണ് തന്നിട്ടുള്ളത്. അതിനാൽ തന്നെ ശ്രീമദ് ഭാഗവതം ഭക്തന്മാർക്ക് ഏറ്റവും പ്രിയങ്കരവുമാണ്. ഇത് ഭാഗവതത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് 12-ാം സ്കന്ധത്തില്. ശ്രീമദ് ഭാഗവതം പുരാണമമലം യദ്വ വൈഷ്ണവനാം പ്രിയം. അതായത് ഭൗതിക കർമ്മങ്ങളെക്കുറിച്ചോ സാമ്പത്തിക ഉന്നതിയെക്കുറിച്ചോ ഇന്ദ്രിയ സുഖാനുഭോഗങ്ങളെക്കുറിച്ചോ മുക്തിയെ പറ്റി തന്നെയോ ധർമാർത്ഥ കാമമോക്ഷം എന്നിവയെ പറ്റിയൊന്നും ഭാഗവതത്തിൽ പ്രതിപാദിക്കുന്നില്ല. ധർമാർത്ഥ കാമമോക്ഷ എന്നിവയെല്ലാം വേദങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരാൾക്ക് മാത്രം പ്രാപ്യമാവ കാര്യമാണ്. അപ്പോൾ വേദങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരാൾ ധർമ്മം പാലിച്ച്
അതിൽ പറഞ്ഞിരിക്കുന്ന വിധത്തിലുള്ള ധർമ്മം പാലിച്ച് അർത്ഥം നേടി കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കഴിഞ്ഞ് മോക്ഷപ്രാപ്തി അടയേണ്ടതാണ്. ഇങ്ങനെ വേദങ്ങളിലൂടെ ധർമാർത്ഥ കാമ മോക്ഷം പ്രാപ്തി നേടിയാലും ആ മോക്ഷമെല്ലാം ചെന്നെത്തുന്നത് ഈ ഭൗതിക ലോകത്തിനുള്ളിൽ തന്നെ ആയിരിക്കും. എന്നാൽ ഭാഗവത ധർമ്മം അനുസരിച്ച് ഒരാൾ ജീവിക്കുകയാണെങ്കിൽ, ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ അയാൾക്ക് എന്നേക്കുമായിട്ടുള്ള അതീന്ദ്രിയ മോക്ഷമാണ് പ്രാപ്തമാകുക. അതുകൊണ്ടാണ് ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നത്, ഭാഗവത ധർമ്മം മാത്രം അനുസരിച്ചാൽ മതി അൾട്ടിമേറ്റ് മോക്ഷം നമുക്ക് ലഭിക്കുമെന്ന്. അതിനായിട്ട് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ഭക്തിയുത സേവനം തീർച്ചയായും സമർപ്പിക്കണം. അടുത്ത ശ്ലോകം 10ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം ഏനമാം ഉപയാന്തിതേ. അതായത് പ്രേമഭക്തിയോടെ എന്നെ സദാ ആരാധിക്കുന്നവർക്ക് എന്നെ പ്രാപിക്കാൻ ഉതകുന്ന ബുദ്ധിവിശേഷം ഭഗവാൻ നൽകും. അപ്പോൾ ഭഗവാനോട് പ്രേമപുരസരം ആരാണോ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുന്നത് അവർക്കുള്ള ബുദ്ധിയും ജ്ഞാനവും എല്ലാം ഭഗവാൻ നൽകും എന്നതാണ് വാസ്തവം. അതായത് ബുദ്ധിയോഗം എന്ന വാക്ക് ഇവിടെ സാരഗർഭം തന്നെയാണ്. 2ാം അധ്യായത്തിൽ ഭഗവാൻ അർജുനനോട് താൻ പല വിഷയങ്ങളെക്കുറിച്ചും വിവരിച്ചു കഴിഞ്ഞു എന്നും മേലിൽ ബുദ്ധിയോഗത്തിന്റെ പദ്ധതി പറഞ്ഞു തരാമെന്നും പ്രസ്താവിച്ചുവല്ലോ. ഇതിൽ ബുദ്ധിയോഗത്തെക്കുറിച്ച് തന്നെയാണ് ഉപദേശിക്കുന്നത്. ബുദ്ധിയോഗം എന്നാൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പാതാരവിന്ദങ്ങളിൽ ഭക്തിയുത സേവനം സമർപ്പിക്കുക എന്നാണ് അർത്ഥം. അപ്രകാരം ഭഗവാനിലേക്ക് എത്തിച്ചേരുമ്പോൾ തീർച്ചയായിട്ടും ഭഗവാൻ നമ്മെ അതീന്ദ്രിയധാമത്തിൽ കൊണ്ടുപോകും. ഈ ചതുർശ്ലോകി ഭഗവത്ഗീതയിലൂടെ പറഞ്ഞു തരുന്നത്, ഒന്നാമതായി ഭഗവാന്റെ സുപ്രീമസി പറഞ്ഞു തരുന്നു. ഭഗവാൻ തന്നെയാണ് എല്ലാം സൃഷ്ടിക്കുന്നതെന്നും എല്ലാം നിലനിർത്തുന്നതും എല്ലാം സംഹരിക്കുന്നതും ഭഗവാനാണ് എന്ന് ഇവിടെ വ്യക്തമാക്കുന്നു. 2ാമത് പ്രീതിപൂർവം ഭഗവാനെ സേവനം ചെയ്യുന്ന ഏതൊരു ഭക്തനും ഭഗവാന്റെ ധാമത്തിൽ എത്തിച്ചേരുമെന്ന് പറയുന്നു. 3ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, എപ്രകാരമാണോ ഒരാൾ ഭഗവാനെ പ്രാപിക്കുന്നത് അപ്രകാരം തീർച്ചയായിട്ടും അയാൾക്ക് ആവശ്യമായ ഭക്തിയുത സേവനത്തിനായി ആവശ്യമായ അല്ലെങ്കിൽ ഭഗവാനെ പ്രാപിക്കാൻ ഉതകുന്ന ബുദ്ധിവിശേഷം ബുദ്ധിയോഗവും പ്രദാനം ചെയ്യുന്നു. ബുദ്ധിയും ജ്ഞാനവും ചേർന്നാൽ മാത്രമേ ഭഗവാനെ പ്രാപിക്കുവാനും സാധിക്കുകയുള്ളൂ. അതിനുള്ള ഭാഗ്യമെല്ലാം ഭഗവാൻ നൽകുന്നു എന്ന് ശ്ലോകത്തിൽ പറയുന്നു. അവസാനത്തെ ചതുർശ്ലോകി ഭഗവത്ഗീതയുടെ 11ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, തേഷാമേവാനുകമ്പാർത്ഥം അഹം അജ്ഞാന അജം തമ നാശയാമ്യാത്മഭാവസ്തു ജ്ഞാനദീപേന ഭാസ്വത. അതായത് അവരിൽ സവിശേഷ അനുകമ്പയോടെ ഞാൻ ഹൃദയസ്ഥനായിട്ട് ജ്ഞാനദീപം കൊണ്ട് അവരുടെ അജ്ഞാനജന്യമായ തമസിനെ അകറ്റുന്നു. ഭാവാർത്ഥത്തിൽ പറയുന്നു, ശ്രീ ചൈതന്യ മഹാപ്രഭു വാരണാസിയിൽ താമസിച്ച് ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ എന്ന മന്ത്രം ഉദ്ഘോഷിച്ച് നടക്കെ ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തെ അനുഗമിച്ചു. ശരിക്കും പറഞ്ഞാൽ ഭഗവാനെ പറ്റി മനസ്സിലാക്കുകയും ഭഗവാനെ പാതാരവിന്ദങ്ങളിൽ ഭക്തിയുത സേവനം എപ്രകാരം സമർപ്പിക്കണമെന്നും അപ്രകാരം സമർപ്പിച്ചാൽ ഭഗവാന്റെ അഹൈതുകമായിട്ടുള്ള കാരുണ്യം ലഭിക്കുകയും അങ്ങനെ ഭഗവാന്റെ ധാമത്തിൽ അതീന്ദ്രിയധാമത്തിൽ എത്തിച്ചേരാൻ സാധിക്കും എന്നുമാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു നമുക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നത്. അപ്പോൾ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ കൃപയാൽ നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുകയും ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുകയും ചെയ്താൽ ഏതൊരു ഭക്തനും ഭഗവാന്റെ ധാമത്തിൽ അതീന്ദ്രിയധാമത്തിൽ എത്തിച്ചേരാൻ പറ്റും എന്നതാണ് ഈ 4 ശ്ലോകങ്ങളിലൂടെ ഭഗവാൻ വ്യക്തമാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഭഗവാന്റെ പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ എല്ലാ പ്രാധാന്യവും ഈ 4 ശ്ലോകങ്ങളിൽ അടങ്ങിയിരിക്കുന്നു. ആ ഭഗവാനെ പരമനിർവേഷ തത്വത്തെ നമ്മൾ വർഷിപ്പ് ചെയ്യുകയാണെങ്കിൽ, പ്രീതിപ്പെടുത്തുകയാണെങ്കിൽ, ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ, ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതീന്ദ്രിയധാമം ഭഗവാന്റെ ധാമം പോകാനുള്ള എല്ലാ ഭാഗ്യവും സിദ്ധിക്കും എന്നാണ് ഈ 4 ശ്ലോകങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഹരിബോൽ ഹരേ കൃഷ്ണ. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ഹരിബോൽ ഹരേ കൃഷ്ണ. താങ്ക് യു. ദയവായി ഇത് മാക്സിമം ആൾക്കാരിൽ എത്തിക്കാനായിട്ട് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. ഹരിബോൽ ഹരേ കൃഷ്ണ. താങ്ക് യു.